ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക കറിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്. കടച്ചക്ക കറിക്ക് തേങ്ങ നന്നായിട്ട് വറക്കണം. അതിലേക്ക് ചെറിയുള്ളി, കറിവേപ്പില, പെരിഞ്ചീരകം, വെളുത്തുള്ളി, ഗ്രാമ്പു, പട്ട. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മല്ലിപ്പൊടി 1 സ്പൂണ്, മുളകും പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി ഇടുക. ഗ്യാസ് ഓഫാക്കിയതിന്റെ ശേഷമാണ് ഇടാൻ പാടുള്ളൂ. കടച്ചക്ക കറിയിലേക്ക് ഈ ഇഞ്ചി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, കടച്ചക്ക കറിയിലേക്ക് 3 തക്കാളി ഇനി ഇടേണ്ടത്, 4 സവാള, വെളുത്തുള്ളി. ചട്ടി ചൂടായതിന്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായതിന്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. മതി. വെളുത്തുള്ളി ഇഞ്ചിയും അതിലേക്ക് ഇടുക. വെളുത്തുള്ളി ഇഞ്ചിയും നന്നായി ഒന്ന് അതിന്റെ പച്ചമണം മാറി കഴിഞ്ഞതിന് ശേഷം സവാളയും തക്കാളിയും ഇടുക. സവാള ചട്ടിയിലേക്ക് ഇടുക. അത് നന്നായി വാടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായി വാടി അതിന്റെ ശേഷം നമുക്ക് തക്കാളി ഇടാം. തക്കാളി നന്നായി വാടിയതിന്റെ ശേഷം കടച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരപ്പിൽ മുളകും പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് അരക്കുകയാണ് ചെയ്യുക. ആ അരപ്പ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് അങ്ങോട്ട് കൊട്ടിയിട്ട് കടച്ചക്ക ഇട്ട് കൊടുക്കുക. ഞാൻ അരയ്ക്കാം. 10 മാറ്റി വെച്ച തേങ്ങ അരയ്ക്കണം. വാട്ടി വെച്ചതിലേക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം വറുത്തരച്ച തേങ്ങ അതിലേക്ക് ഒഴിക്കുക. ഇതൊക്കെ നമ്മൾ വാട്ടി വെച്ച ഉള്ളിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് തേങ്ങ അരച്ച് ഒഴിക്കുക. വറുത്ത തേങ്ങ അരച്ച് ഒഴിക്കുക. ഇനി നമ്മൾ കറിയിലേക്ക് ഉപ്പിടാൻ പോകുന്നു. ഉപ്പിട്ടു. 1 സ്പൂണ്, 1.5 സ്പൂൺ ഉപ്പ്. ഇനി കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. തിളച്ച റെഡിയായി. ഇഷ്ടപ്പെട്ട എല്ലാവരും